നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള CPM ആക്രമണത്തിൽ നടപടി കടുപ്പിച്ചു കേന്ദ്രം. പോലീസ് വീഴ്ചയിൽ സംസ്ഥാനത്തോട് വിശദീകരണം തേടി DGPയെ വിളിച്ചുവരുത്തിയ ആഭ്യന്തരമന്ത്രി. പോലീസിനെതിരായ ആക്രമണത്തിൽ പ്രത്യേക FIR രജിസ്റ്റർ ചെയ്ത് മ്യൂസിയം പോലീസ്. ഇതുവരെ പിടിയിലായത് 8 പേർ. മാസപ്പടി കേസിൽ UDF നേതാക്കളിലേക്കും അന്വേഷണം. ശശിധരൻ കർത്തയുടെ ഡയറിയിൽ പേരുള്ള 2 മന്ത്രിമാർ അടക്കമുള്ളവരെ ലക്ഷ്യമിട്ട ED. അന്വേഷണം പിണറായിലേക്ക് എത്തുമെന്ന വിലയിരുത്തലിൽ CPM. കേരളവും കേന്ദ്രവും പിണറായിയെ വേട്ടയാടുന്നുവെന്ന് MA ബേബി. ED മാർച്ച് 31 വരെ രജിസ്റ്റർ ചെയ്തത് 8851 PMLA കേസുകൾ. 2.35 ലക്ഷം കോടി കണ്ടുകെട്ടി. 2396 കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചു. 1187 പേരെ അറസ്റ്റ് ചെയ്തു. ഫെമ കേസുകളുടെ എണ്ണം 44,369. 60% പുതിയ തസ്തികകൾ സൃഷ്ടിക്കാനും തീരുമാനം. കർണാടകയെ ഇനി DK ശിവകുമാർ നയിക്കും. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. രാജ്യസഭാ സീറ്റ് വേണ്ടെന്നും MLA ആയി തുടരുമെന്നും സിദ്ധരാമയ്യ. മന്ത്രിസഭയിൽ സമഗ്ര അഴിച്ചുപണിക്കു സാധ്യത. ഇരുപത് വർഷത്തെ പ്രാർത്ഥനകൾ സഫലം. സൗദി ജയിലിൽ നിന്ന് മോചിതനായ അബ്ദുൾ റഹീം തിരികെ നാട്ടിൽ. എല്ലാവർക്കും നന്ദി പറഞ്ഞ റഹീം. തിരുവനന്തപുരം ഹാപ്പി ലാൻഡിൽ അപകടം. അമ്യൂസ്മെന്റ് പാർക്കിലെ റൈഡിന്റെ വെൽഡിംഗ് പൊട്ടി വീണു. കുട്ടികളടക്കം 5 പേർക്ക് പരിക്ക്. പാർക്ക് പ്രവർത്തിച്ചത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ. ലൈസൻസ് റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി PC വിശ്വനാഥ്. അമേരിക്ക നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകിയതായി ഇറാൻ. കുവൈറ്റിലെ US വ്യോമത്താവളത്തിന് നേരെ ആക്രമണം. ഇനിയും ശക്തമായി തിരിച്ചടിക്കുമെന്ന് IRGC. ഇറാന്റെ 4 ആക്രമണ ഡ്രോണുകൾ തങ്ങൾ വെടിവെച്ചിട്ടതായി US. ഒമാൻ നയത്തിൽ അതൃപ്തിയുമായി USഉം ഗൾഫ് രാജ്യങ്ങളും. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാനും ഒമാനും വിട്ടു നൽകില്ല. പ്രകോപനമായത് ഒമാൻ ഇറാൻ ചർച്ച. മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ ഒമാനെ തകർക്കുമെന്ന് ട്രംപ്. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉടൻ. കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രിക്ക് കൂടി സാധ്യത. ചില മന്ത്രിമാരെ ഒഴിവാക്കിയേക്കും. V മുരളീധരൻ ദേശീയ ജനറൽ സെക്രട്ടറി ആയേക്കും. 4 സംസ്ഥാനങ്ങളിൽ പുതിയ അധ്യക്ഷന്മാർ വന്നു. 200 കോടി കടന്ന ദൃശ്യം. നേട്ടം ഒരാഴ്ച കൊണ്ട്. എമ്പുരാനും തുടരുമിനും ശേഷം 200 കോടി കടക്കുന്ന 3ാമത് മോഹൻലാൽ ചിത്രം. ത്യാഗസ്മരണ പുതുക്കി ബലിപ്പെരുന്നാൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം. സംസ്ഥാനത്ത് വ്യാപക മഴ. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ യെല്ലോ അലർട്ട്. വിവിധയിടങ്ങളിൽ നാശനഷ്ടം. കൊല്ലം അച്ചൻകോവിൽ VHSന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ നടപടി ഘടിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ആക്രമണത്തെക്കുറിച്ച് സംസ്ഥാനത്തോട് കേന്ദ്രം റിപ്പോർട്ട് തേടി. പോലീസ് വീഴ്ചയെന്ന ആരോപണം ശക്തമാകുന്നതിനിടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയെ വിളിച്ചുവരുത്തി. അക്രമ സംഭവത്തിൽ ഉൾപ്പെട്ടതിൽ ചിലർ പിടിയിലായി. പലരും ഒളിവിലാണ്. ED ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണത്തിൽ പോലീസിന് സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. ED സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നില്ല. ഇതുവരെ 8 പ്രതികളെ പിടിച്ചു. സംഭവം എല്ലാ തരത്തിലും അന്വേഷിക്കുമെന്നും DGP വ്യക്തമാക്കി. ഇതിൻ്റെ ED റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്തതാണ് കേന്ദ്രഫലമായിട്ട്.
ഞങ്ങൾ അവിടെ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുള്ളൂ. അപ്പോൾ പോലീസിന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് റെയ്ഡ് കഴിഞ്ഞ് 8 മണിക്കൂർ ശേഷമാണ് റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ്, അപ്പോൾ 8 മണിക്കൂർ പിന്നിടുന്നു, അപ്പോഴാണ് റെയ്ഡ് ഈ ആക്രമണം നടക്കുന്നത്. അറിയിച്ചില്ലെങ്കിൽ പോലും സ്വാഭാവികമല്ലേ പോലീസ് അതുകൊണ്ട് തന്നെ അല്ലേ അവിടത്തേക്ക് 300ഓളം പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട്. ഈ പറ്റുള്ള സ്ഥലങ്ങളിൽ 50ഓളം പോലീസ് അതിന്റെ തീർച്ചയായിട്ടും നോക്കാൻ തീർച്ചയായിട്ടും ഇതിലെ ഈ സംഭവത്തിന് നമ്മൾ നോക്കാം, അതിലേക്ക് ആവശ്യം നടപടി സ്വീകരിക്കുന്നത്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 8 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പോലീസ് 8 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ പോലീസ് 8 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും. ED റെയ്ഡിനിടെ പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 കിട്ടി. സംഭവത്തിൽ മ്യൂസിയം പോലീസ് പ്രത്യേകം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ED പരിശോധനയിൽ മൗനം തുടർന്ന മുഖ്യമന്ത്രി VD സതീശൻ. റെയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായില്ല. ഡൽഹിയിലും കൊച്ചിയിലുമായി ഇന്നലെ 6 തവണ മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ പ്രതികരണം തേടിയെങ്കിലും മൗനം പാലിച്ചു. ഇന്നും മാധ്യമങ്ങൾ ചോദ്യം തുടർന്നുവെങ്കിലും സതീശൻ പ്രതികരിച്ചില്ല. റെയ്ഡ് രാഷ്ട്രീയ ഗൂഢാലോചനയെന്നാണ് CPM ആരോപിക്കുന്നത്. ഈ ED റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തവണ CM മറുപടി പറഞ്ഞിട്ടില്ല. CM അതിലൊരു മറുപടി പറഞ്ഞിട്ടില്ല. CM ഒരു മറുപടി. ഇതായിരുന്നു സതീശന്റെ 7ാമത്തെ പ്രതികരണവും ഇന്ന് ഇത്തരത്തിലായിരുന്നു. ED ഉദ്യോഗസ്ഥ എത്തിയ വാഹനം ആക്രമിച്ച സംഭവത്തിൽ ഡ്രൈവർമാർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് സൂചന നൽകി CPM. തൊഴിലാളിയുടെ ഉപജീവന മാർഗം ആക്രമിക്കപ്പെട്ടു എന്നതിൽ ഖേദമുണ്ട്. ആ നഷ്ടം പരിഹരിക്കുന്നതിൽ പാർട്ടിക്ക് ധാർമ്മിക ബാധ്യതയുണ്ടെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി AA റഹീം പ്രതികരിച്ചു. ആശങ്ക നീക്കാനുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. EDയുടെ രാഷ്ട്രീയ വേട്ടയിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി അവിടെ ഒരുമിച്ച് കൂടിയത് നൂറുകണക്കിന് CPIM പ്രവർത്തകരും അനുഭാവികളും ഒക്കെയാണ്. ED ഉദ്യോഗസ്ഥരെയും വഹിച്ചു വന്ന വാഹനങ്ങൾക്കു നേരെ പ്രവർത്തകരുടെ രോഷം അണപൊട്ടി ഒഴുകി. അപ്പോൾ ആ സംഭവത്തിൽ ഒരു ടാക്സി കാർ, അയാളൊരു തൊഴിലാളിയാണല്ലോ, ഒരു സാധാരണ തൊഴിലാളി, ആ കാർ ഉപയോഗിച്ച് ഉപജീവന മാർഗം നടത്തുന്നയാളാണ്. അപ്പോൾ ഈ വലിയ പ്രതിഷേധത്തിനും രോഷത്തിനുമിടയിലെ ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ടുപോയ ആ കാറിൽ നല്ല കേടുപാടുകൾ പറ്റി. വലിയ നിലയിലാണ് ആ കാറിന് കേടുപാടുകൾ പറ്റിയത്. അയാൾക്കും പരിക്കേൽക്കുന്ന നിലയുണ്ടായി. അപ്പോൾ ഒരു തൊഴിലാളി എന്ന നിലയിൽ ആ തൊഴിലാളിയുടെ ഉപജീവന മാർഗം ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിൽ CPIM എന്നൊരു പാർട്ടിക്ക് അതിൻ്റെതായ ഒരു ധാർമ്മികതയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ CPIMന്റെ പ്രമുഖരായ നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപജീവന മാർഗമാണല്ലോ. കേസ് അതിന്റെ വഴിക്ക് നീങ്ങുമെന്നും യൂണിയനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. ആരെങ്കിലും പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു യൂണിയൻ ഉണ്ട്. ആരെങ്കിലും പ്രവർത്തിക്കുന്ന യൂണിയൻ ഉണ്ട്, ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ. അത് വളരെ ഫലപ്രദമായിട്ട് നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന യൂണിയനാണ്. ഒരു തൊഴിലാളി എന്നുള്ള നിലയിൽ അയാൾക്കുണ്ടായിട്ടുള്ള വിഷമം പരിഹരിക്കാൻ യൂണിയൻ ആവശ്യമായിട്ടുള്ള അതല്ല കേസുമായൊന്നും യാതൊരു ബന്ധമില്ല. കേസിന്റെ വഴിക്ക് പൊക്കോളും, അതൊന്നും കുഴപ്പമില്ല. അയാളുടെ ഉപജീവനമാണ് ഒരു വിഷമം വന്നിരിക്കുന്നത്. ആ യൂണിയൻ ഇടപെട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു.
ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണം പ്രവർത്തകരുടെ പ്രതികരണമെന്ന് CPM നേതാക്കൾ. ഇ ഡി റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഉദ്യോഗസ്ഥരെ ആരും ആക്രമിച്ചിട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ഇങ്ങനൊരു സംഭവം മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നപ്പോൾ ആളുകൾ അദ്ദേഹത്തിൻ്റെ പിണറായിയുടെ വാടക വീട്ടിന് മുമ്പിലേക്ക് ഓടിക്കൂടുകയായിരുന്നു. അങ്ങനെ വലിയൊരു ജനക്കൂട്ടം അവിടെ വന്നെത്തി. റെയ്ഡ് കഴിഞ്ഞ ഉദ്യോഗസ്ഥന്മാർ അവരൊരു പക്വമായ നിലപാടാണോ സ്വീകരിച്ചത്? ചിലരെ അറസ്റ്റ് ചെയ്യുന്നു. ബോധപൂർവം ഒരു പ്രശ്നമുണ്ടാക്കാനല്ലേ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത്? സാധാരണഗതിയിൽ എന്താ ചെയ്യേണ്ടത്? ഒരു വലിയ ജനക്കൂട്ടം ക്ഷുഭിതരായിട്ട് പുറത്തു നിൽക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. ആ ജനക്കൂട്ടത്തിന് നേരെ കാറുമെടുത്ത് പോകാൻ പറ്റുമോ? സ്വാഭാവികമായും പ്രതികരണം ഉണ്ടാകില്ലേ? ക്ഷുഭിതരായ ഒരു ജനക്കൂട്ടം, ആ ജനക്കൂട്ടത്തിന് നേരെ കാറുമെടുത്ത് പോകുമ്പോൾ സ്വാഭാവികമായും ക്ഷുഭിതരായ ജനക്കൂട്ടം ഏത് ഗാന്ധിയന്മാരും പ്രതികരിച്ചു പോകില്ലേ? അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇ ഡി റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യമാണ്. ഇ ഡി പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും RSSൻ്റെയും നിയന്ത്രണത്തിലാണ്. പെട്ടെന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ വിധി വന്നപ്പോൾ ചാടിക്കേറി 12 കേന്ദ്രങ്ങളിൽ റെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഭീകരാവസ്ഥ സൃഷ്ടിക്കുക. അപ്പം ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള നികൃഷ്ടമായ ഗൂഢാലോചനയാണ്. അതിനെതിരെ ജനങ്ങളുടെ രോഷം ഉയർന്നിട്ടുണ്ട്. സ്വാഭാവികമാണ്. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും നാഷണൽ ഹെറാൾഡ് കേസിൽ ചോദ്യം ചെയ്യാൻ ഇ ഡി വിളിപ്പിച്ചപ്പോൾ എന്തെല്ലാം ബഹളങ്ങളാണ്, സമരങ്ങളാണ് ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കന്മാർ സംഘടിപ്പിച്ചത്. ആഭ്യന്തര വകുപ്പിന് നേരായ വിവരം കിട്ടുന്നില്ലെങ്കിലും ഇവിടെ ഒരു ഇന്റലിജൻസ് സംവിധാനമുണ്ട്. കേരളത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ആവശ്യമായ മുന്നൊരുക്കം അവർ നടത്തേണ്ടതല്ലേ? പിണറായി വിജയനെ പോലുള്ള ഏറ്റവും പ്രഗത്ഭനായ CPMൻ്റെ ഏറ്റവും മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ തടഞ്ഞു വെച്ച് ഹറാസ് ചെയ്യുന്നു എന്ന വിവരം കിട്ടിയാൽ സ്വാഭാവികമായി അതിൻ്റെ ഒരു വികാരം ഉണ്ടാവും എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ പോലീസിനുണ്ടാവണ്ടേ, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാവണ്ടേ? അവിടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു, ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഇത്ര വലിയ ജനക്കൂട്ടം പ്രതിഷേധിക്കാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് ഒരു ശാന്തത ഉണ്ടായ ശേഷം ഇ ഡി ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങണമായിരുന്നു. ഞങ്ങളെല്ലാം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ഒന്ന് ശാന്തമായ ശേഷം ഇറങ്ങണമായിരുന്നു. ഒരു ജനക്കൂട്ടത്തിൻ്റെ പ്രകടനവും അതിൽ പ്രതിഷേധം നടത്തുന്നതിന് വേണ്ടി വന്ന ആൾക്കാരുടെ നേരെ വാഹനം വരികയാണ് ചെയ്തത്. പോലീസാണല്ലോ ശ്രദ്ധിക്കേണ്ടത്. അവിടുത്തെ അന്തരീക്ഷം എന്താണെന്ന് നോക്കിക്കൊണ്ട് അവരെ ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ പുറത്തിറക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത് പോലീസാണ്. അല്ലെങ്കിൽ വാഹനത്തിലേക്ക് കല്ലൊക്കെ എടുത്തെറിയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പറ്റുമോ? അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇ ഡിക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ CMRL MD ശശിധരൻ കർത്തയെ രക്ഷിക്കാൻ വേണ്ടിയെന്നു കെ സുരേന്ദ്രൻ. പിണറായി വിജയന്റെ മകളുടെ ബാങ്ക് അക്കൗണ്ടിലെ കോടികളുടെ ഇടപാടുകൾ ഇ ഡിക്ക് കിട്ടി. കേന്ദ്ര ഏജൻസിയെ ആക്രമിച്ച് കേസ് ഇല്ലാതാക്കാനാവില്ല. MV ഗോവിന്ദൻ അടക്കമുള്ള CPM നേതാക്കൾക്കെതിരെ കോൺഗ്രസ് കേസെടുക്കാത്തത് കർത്തയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. 12ഓളം സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിട്ടുള്ള സെർച്ചിൽ നിരവധി വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ പിണറായി വിജയന്റെ മകൾ ഒരു സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചതിൻ്റെ വിശദാംശങ്ങളടക്കം ഇ ഡിക്ക് കിട്ടിയിട്ടുണ്ട്. CMRL കമ്പനിയിൽ നിന്നും അനുബന്ധ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അതിനേക്കാൾ വലിയ വിവരങ്ങൾ ഈ അന്വേഷണ ഏജൻസി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബഹളം വെച്ച് DYFIക്കാരെ തെരുവിലിറക്കി പിണറായി വിജയൻ ആഹ്വാനം ചെയ്ത് ഒരു കലാപം സൃഷ്ടിച്ച് ഈ കേസ് അവസാനിപ്പിക്കാമെന്ന് ആരും കരുതുന്നത് ശരിയല്ല. മാസപ്പടി കേസിൽ കരിമണൽ കർത്തയുടെ ഡയറിയിലെ വിവരങ്ങളിലേക്ക് ഇ ഡി അന്വേഷണം നീളുമെന്ന് സൂചന. VD സതീശൻ മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ പേര് ഡയറിയിലുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിലേക്ക് അന്വേഷണം എത്തുമെന്ന വിലയിരുത്തലിലാണ് CPM ഉള്ളത്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കാൻ ഇടതുമുന്നണി തീരുമാനമെടുത്തത്. മാസപ്പടി കേസിൽ അന്വേഷണം വീണ വിജയനിൽ ഒതുങ്ങില്ല. നേരത്തെ കരിമണൽ കർത്തയുടെ
ഡയറിയിൽ പേര് വന്ന പ്രമുഖ രാഷ്ട്രീയ നേതാക്കളിലേക്കും അന്വേഷണം നീട്ടാനാണ് EDയുടെ നീക്കമെന്നാണ് സൂചന. അതായത് നേരത്തെ PV, OC, RC, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾക്ക് പണം നൽകിയതായി കർത്തയുടെ ഡയറിയിൽ, വിവാദമായ ഡയറിയിൽ വ്യക്തമായിരുന്നു. അതിലേക്ക് കൂടി അന്വേഷണം കൊണ്ടുപോകാൻ ഇപ്പോൾ ED ശ്രമിക്കുന്നത്. OC എന്ന് പറയുന്നത് നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹം മരിച്ചു. പക്ഷേ അതിനുശേഷം RC രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും ഇപ്പോൾ VD സതീശൻ മന്ത്രിസഭയിലെ അംഗങ്ങളാണ്. കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമാണ്. PV എന്നത് പിണറായി വിജയൻ എന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ പിണറായി വിജയൻ പല തവണ ഇത് നിഷേധിച്ചു. RCയും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങിയിട്ടുണ്ട് എന്ന സമ്മതം നേരത്തെ നടത്തിയിരുന്നു. പക്ഷേ ഈ പണം പാർട്ടിക്ക് വേണ്ടി എത്ര പണം നൽകി, അല്ലെങ്കിൽ ഇത് എന്തിന് പണം നൽകി, സ്വാഭാവികമായും സംഭാവന നൽകുമ്പോൾ അത് കണക്കിൽപ്പെടാത്ത പണമാണോ, അല്ലെങ്കിൽ ബ്ലാക്ക് മണി വെടിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണോ സംശയമൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം പോയാൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിലേക്ക് കൂടി ഈ മാസപ്പടി കേസിൽ അന്വേഷണം എത്തും. ആ ആശങ്ക CPMനും കോൺഗ്രസിനുമുണ്ട്, UDFനുമുണ്ട്. ഏതായാലും പിണറായി വിജയനെ രക്ഷപ്പെട്ടു തന്നെയാണ് വീണ വിജയനിലേക്ക് അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നതെന്ന വിലയിരുത്തൽ CPM കേന്ദ്രങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഒരു മുഴം മുൻകൂട്ടി എറിഞ്ഞെന്ന വണ്ണം ഇത്രയധികം ശക്തമായ പ്രതിരോധത്തിലേക്ക് ഇപ്പോൾ നീങ്ങുന്നത്. വരും ദിവസങ്ങളിലും ഇടതുമുന്നണി നിരയിൽ തന്നെ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോകും. ഇന്നും ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഇടതുമുന്നണി പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ചുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ചുണ്ട്. കൂടുതൽ ശക്തമായ നിയമ നടപടികളിലേക്കും അതുപോലെ രാഷ്ട്രീയ പോരാട്ടങ്ങളിലേക്ക് കടക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. കോൺഗ്രസ് ആകട്ടെ വളരെ സൂക്ഷ്മതയോടുകൂടി ജാഗ്രതയോടെയുള്ള പ്രതികരണമാണ് ഈ വിഷയങ്ങൾ ഇതുവരെ നടത്തുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ ഇതുവരെ റെയ്ഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരണം സംസ്ഥാന പോലീസ് അറിയാതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയത് എന്നുള്ളതാണ്. അത് CPM പ്രതിരോധത്തിലാവുന്ന കോൺഗ്രസിനെ സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു വിഷയമാണെങ്കിലും ഇതിൻ്റെ തുടർച്ച ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കളിലേക്കും എത്തിയേക്കുമെന്ന ആശങ്ക കോൺഗ്രസിനുമുണ്ട്. അതാണ് അവർ അത്ര കരുതലോടുകൂടി പ്രതികരിക്കാൻ കാരണം. മറുഭാഗത്ത് BJP ആകട്ടെ ഇത് ഏറ്റവും വലിയ അവസരമായി അവർ കാണുന്നു. ഇടത് വലത് മുന്നണികളുടെ പ്രധാന നേതാക്കൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷണം വന്നാൽ അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുക തങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെയാണ് BJP കടുത്ത വിമർശനങ്ങളുമായി ഇതിനകം തന്നെ കടം പിടിച്ചിരിക്കുന്നത്. CMRലുമായുള്ള എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടിൽ നടപടികൾ വേഗത്തിലാക്കാൻ ഒരുങ്ങി ED. അന്വേഷണ സംഘം പിടിച്ചെടുത്ത വീണയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. മൊഴിയും പിടിച്ചെടുത്ത രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം വീണ ടിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സമൻസ് നൽകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. വീണയുടെ HDFC ബാങ്കിലെ 1.5 ലക്ഷത്തിന്റെ അക്കൗണ്ട് ഉൾപ്പെടെ 3 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥർക്കെതിരായ അതിക്രമം വീണ വിജയന് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. കാരണം സാധാരണ ED ഉദ്യോഗസ്ഥർ ഒരിടത്ത് പരിശോധന നടത്തുമ്പോൾ അവിടെ നിന്നും ആവശ്യമായ രേഖകൾ ശേഖരിക്കുന്നു. പിന്നീട് അത് പരിശോധിച്ച ശേഷം ED ഓഫീസിലേക്ക് ആ പ്രതികളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതാണ് പതിവ്. പക്ഷെ അതിനൊക്കെ വിപരീതമായി വലിയ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ വലിയ തരത്തിൽ ആക്രമിക്കുന്ന ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നതുകൊണ്ടാണ് ഈ നടപടി വീണ വിജയനെതിരായിട്ടുള്ള നടപടികൾ, ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കാൻ ED ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ വീണ വിജയനെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമൻസ് അയക്കും എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ED വൃത്തങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ പിടിച്ചെടുത്ത വീണ വിജയന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട്. അതിനു മുൻപായി ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭ്യമാകുമോ എന്നറിയുന്നതിനു വേണ്ടി ഫോൺ തുറന്നു പരിശോധിക്കണം ED ഉദ്യോഗസ്ഥർക്ക്. അതിനുവേണ്ടി വീണയെ വിളിച്ചു വരുത്തുവാനുള്ള നടപടികളിലേക്കും കടന്നിട്ടുണ്ട്. വീണയുടെ സാന്നിധ്യത്തിൽ തന്നെ ഫോൺ തുറന്ന് പരിശോധിക്കാനാണ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഏതെങ്കിലും വിധത്തിലുള്ള ഡേറ്റുകൾ, ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കണം. അതിനായി കോടതി മുമ്പാകെ ഹാജരാക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം CMRLന്റെ MD ശശിധരൻ കർത്തയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. പക്ഷെ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചികിത്സയിലാണ്. കഴിഞ്ഞ 2 തവണയും ഇതുപോലെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും അദ്ദേഹം ഹാജരായില്ല. സമാനമായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ തുടർ നടപടികളിലേക്കും കോടതി അടക്കം സമീപിക്കുവാനും ED ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും വീണ വിജയൻ ഈ ചോദ്യം ചെയ്യൽ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുവാൻ തന്നെയാണ് ED ഉദ്യോഗസ്ഥരും തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ
ഇന്നലെ നടന്ന അക്രമ സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയായിരിക്കും ഈ ഒരു ചോദ്യം ചെയ്യലിനെ വീണ കോടതിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാനായി ED ഉദ്യോഗസ്ഥരും തീരുമാനിച്ചിരിക്കുന്നത്. EDക്കെതിരെ CPM ആക്രമണത്തിൽ പിടിയിലായവരുടെ എണ്ണം 16 എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. ഏറ്റവും പുതിയ ഒരു അറസ്റ്റ് കൂടി അല്പസമയം മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 16ാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി. രാഹുൽ കരകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതിൽ നിരവധി ആളുകളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഒളിവിലുള്ള പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ പരിശോധന നടത്തി മടങ്ങിയ ED സംഘത്തിന് നേരെയുണ്ടായ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ പേരിൽ പോലീസ് 2 FIRകൾ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് വ്യാപകമായ പരിശോധനകളിലേക്ക് ഇന്നലെ അർദ്ധരാത്രി മുതൽ കടന്നത്. ആ പരിശോധനകൾക്കിടയിലാണ് 11 പേരുടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ CPMന്റെ യുവ നേതാക്കളടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഡിവൈഎഫ്ഐയുടെ ചില പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയും പോലീസിന്റെ അന്വേഷണം നീളുന്നുണ്ട്. ഇവർ ആരും തന്നെ തിരുവനന്തപുരം ജില്ലയിലേ ഇല്ല എന്ന വിലയിരുത്തലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. വീടുകളിലടക്കം കയറി പുലർച്ചെ പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ആരെയും അവിടെ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രധാനമായി IP ബിനു, ആറ്റിങ്ങൽ ഉണ്ണി, പാളയം സന്തോഷ് ഈ 3 യുവ നേതാക്കളെ പിടികൂടുന്നതിന് വേണ്ടി പുലർച്ചെ മുതൽ വ്യാപകമായ പരിശോധന തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ അവർ എവിടെയാണ് എന്ന കാര്യത്തിൽ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അതിനിടെയാണ് പോലീസിനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് രണ്ടാമത് മറ്റൊരു FIR കൂടി രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. നിലവിൽ ED ഉദ്യോഗസ്ഥരും അതോടൊപ്പം CRPF ഉദ്യോഗസ്ഥരും അതിനു പുറമെ പോലീസ് ഉദ്യോഗസ്ഥരും പരാതിക്കാരായ 2 FIRകളാണ് മ്യൂസിയം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ ഗുരുതരമായ വകുപ്പുകൾക്ക് ഒപ്പം PDPP ആക്ട് കൂടി ചുമത്തിക്കൊണ്ടാണ് ഈ കേസുകളെല്ലാം. അതുകൊണ്ട് തന്നെ നാശനഷ്ടം 3 ലക്ഷം രൂപയുടെ നാശനഷ്ടം വാഹനങ്ങൾ തല്ലി തകർത്തതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്ന് FIRൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഗുരുതരമായ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജാമ്യം പോലും ലഭിക്കാത്ത തരത്തിലേക്ക് ഈ കേസിനെ കടുപ്പിക്കുക എന്നൊരു നീക്കം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതിനിടെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസിനെ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന ആക്ഷേപങ്ങൾ ഉയരുന്നതിനിടയിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തി വിശദീകരണം തേടിയത്. അദ്ദേഹത്തോടൊപ്പം ഇന്റലിജൻസ് മേധാവി P വിജയനും ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് A ഹേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. ഈ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന ആക്ഷേപത്തിന്റെ ഗൌരവം പരിശോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടിയാണ് ആഭ്യന്തര വകുപ്പ് കടക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കൂടി ഇന്റലിജൻസ് മേധാവിയോട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. പ്രാഥമികമായി ഈ ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷിതമായി പുറത്തേക്കൊഴുകുന്നതിൽ ഇറങ്ങുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്ന വിലയിരുത്തലാണ് പോലീസ് ഉള്ളത്. ഇന്റലിജൻസിന്റെ റിപ്പോർട്ടും അത് ശരിവെക്കുന്നുണ്ട്. പ്രകോപനത്തിലേക്ക് നീങ്ങുന്ന പ്രതിഷേധങ്ങൾ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് തന്നെ തുടങ്ങിയിട്ടും 2 മണിക്കിടയിൽ എന്തുകൊണ്ട് ആവശ്യത്തിന് സേനാവിന്യാസം അവിടെ ഉണ്ടായില്ല? 300 പോലീസുകാരെ മാത്രമാണ് അവിടെ വിന്യസിച്ചത്. അതിനപ്പുറത്തേക്ക് പ്രകോപനപരമായ ഒരു സാഹചര്യത്തിലേക്ക്, സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് പ്രതിഷേധക്കാർ നീങ്ങുന്ന കാര്യം നേരത്തെ മനസ്സിലാക്കിയിട്ടും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടത് കൃത്യമായി ലോ ആൻഡ് ഓർഡർ ഉദ്യോഗസ്ഥരെ അറിയിച്ചില്ല? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം എന്തുകൊണ്ട് ഈ സ്ഥലത്ത് ഇല്ലാതെ പോയി? ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്റലിജൻസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പമാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഇന്നലെ അവധിയിൽ ആയിരുന്ന കാര്യവും ഏറെ ചർച്ചയായി മാറുകയാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അവധിയിലേക്ക് കമ്മീഷണർ മാറിയത് എന്നതിനെക്കുറിച്ചും ഇന്റലിജൻസ് വിവരം തേടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ഇതിനിടെ BSNL സഹകരണ സംഘം തട്ടിപ്പിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്റ്റാച്യുവിലെ BSNL സഹകരണ സംഘത്തിൽ 260 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. കേരള പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് പിന്നീട് ED ഏറ്റെടുക്കുകയായിരുന്നു. 100ഓളം നിക്ഷേപകരിൽ നിന്നാണ് ED മൊഴിയെടുക്കുന്നത്. BSNL ജീവനക്കാരുടെ ഒരു ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യമാണ് സ്റ്റാച്യുവിലെ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത്. അവിടെയാണ് 260 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നത്. BSNL സഹകരണ സംഘത്തിൽ 260.18 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് നേരത്തെ സഹകരണ വകുപ്പ് കണ്ടെത്തിയത്. വ്യാജ അക്കൌണ്ടുകൾ തുറന്നും വ്യാജരേഖകൾ ചമച്ചുമായിരുന്നു തട്ടിപ്പ് നടത്തിയത്. സംഘത്തിന്റെ പ്രസിഡന്റ് AR ഗോപിനാഥൻ
സെക്രട്ടറി KV പ്രദീപ്, മുൻ ഡയറക്ടർമാരായ രാമമൂർത്തി, ജീവനക്കാരൻ രാജീവ് എന്നിവരാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം കേസ് അന്വേഷിച്ചിരുന്നു. അവരുടെ അന്വേഷണത്തിലാണ് ആ വിവരങ്ങൾ പുറത്തു വന്നത്. ഒരു നിക്ഷേപകന്റെ പണം തട്ടിയെടുത്ത ശേഷം മറ്റു നിക്ഷേപം നടത്തുമ്പോൾ ആ തുക അവിടേക്ക് നിക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു ആ തട്ടിപ്പ് നടന്നത്. 1987 പ്രവർത്തനം ആരംഭിച്ച സഹകരണ സംഘമാണ്. ഗോപിനാഥൻ നായർന്ന പ്രധാന പ്രതി അദ്ദേഹം BSNൽ നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹത്തിന് ഈ സഹകരണ സംഘത്തിൽ അംഗമാകാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടു. പക്ഷേ അവിടെ മറ്റുള്ള സഹായത്തോടുകൂടി ഗുരുതരമായ ക്രമക്കേട് നടത്തി ചട്ടവിരുദ്ധമായി വോട്ടർ പട്ടിക തയ്യാറാക്കി സഹകരണ സംഘം പിടിച്ചെടുത്തു. ഉയർന്ന പലിശ നിക്ഷേപത്തിന് വാഗ്ദാനം ചെയ്താണ് നിക്ഷേപം സ്വീകരിച്ചിരുന്നത്. പിന്നീട് ഈ പണം അനുമതിയില്ലാതെ മറ്റ് ദേശസാൽകൃത ബാങ്കുകളിൽ നിക്ഷേപിച്ചു. പണം മറ്റു ബാങ്കുകളിലേക്ക് വകമാറ്റി വ്യാജ രേഖകൾ ഉണ്ടാക്കി പലപ്പോഴായി പണം പിൻവലിച്ചു. നിക്ഷേപങ്ങളുടെ വിവരമോ അല്ലെങ്കിൽ പിൻവലിക്കുന്ന പണത്തിന്റെ കണക്കോ ഒന്നും രേഖകളിൽ ഉൾപ്പെടുത്തിയില്ല. വ്യാജ രേഖകൾ, ലെറ്റർ പാഡും സീഡും അടക്കമുള്ള വ്യാജ രേഖകൾ അവിടെ തയ്യാറാക്കി. അങ്ങനെ വലിയ തട്ടിപ്പാണ് അവിടെ നടന്നത്. 67 സെന്റ് വസ്തു ഈ ജീവനക്കാരൻ രാജീവ് വാങ്ങിയെന്ന് പിന്നീട് പുറത്തു വന്നിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ശേഷം ബഡ്സ് നിയമപ്രകാരം ഈ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ തീരുമാനമെടുത്ത് കണ്ടുകെട്ടിയിരുന്നു. പ്രതികളിൽ ചിലർ അറസ്റ്റിലായി, പിന്നീട് അവർ ജാമ്യത്തിൽ പുറത്തിറങ്ങി. പ്രധാന പ്രതി നിഷയുടെ മരിച്ചുപോയി. ഏതായാലും അതിനുശേഷമാണ് കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുക്കുന്നത്. പക്ഷേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയില്ല. പ്രതികൾക്ക് പലർക്കും BJP ബന്ധമുണ്ട്, സംഘപരിവാർ ബന്ധമുണ്ടെന്ന് ആരോപണം ഉയർന്നു വന്നൊരു കേസ് കൂടിയാണത്. പക്ഷേ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് വീണ്ടും അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിക്ഷേപകരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. പൊട്ടക്കുഴിയിലെ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ഹാളിൽ നിക്ഷേപകരുടെ മൊഴി രേഖപ്പെടുത്തുക, 100ഓളം പേരുടെ മൊഴി രേഖപ്പെടുത്തും. ഇതിനുശേഷം തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിലെത്തി രാജിക്കത്ത് ഗവർണറുടെ സെക്രട്ടറിക്ക് കൈമാറി. ഹൈക്കമാൻഡ് നിർദ്ദേശം അനുസരിച്ചാണ് രാജിയെന്ന് സിദ്ധരാമയ്യ പറഞ്ഞു. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും നന്ദി പറഞ്ഞ സിദ്ധരാമയ്യ വാഗ്ദാനം ചെയ്ത രാജ്യസഭാ സീറ്റ് വേണ്ടെന്നും MLA ആയി സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടരുമെന്നും വ്യക്തമാക്കി. കർണാടകയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി എന്ന അംഗീകാരത്തോടെയാണ് സിദ്ധരാമയ്യയുടെ പടിയിറക്കം. സിദ്ധരാമയ്യ ഇന്ന് ഡൽഹിയിലെത്തും. DK ശിവകുമാർ ഇനി കർണാടക മുഖ്യമന്ത്രിയാണ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ഹാപ്പി ലാൻഡിൽ അപകടം. അമ്യൂസ്മെന്റ് പാർക്കിലെ റൈഡിന്റെ വെൽഡിംഗ് പൊട്ടി വീണാണ് അപകടമുണ്ടായത്. കുട്ടികളടക്കം 5 പേർക്ക് പരിക്കുണ്ട്. പരിക്കേറ്റ 4 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. അപകടത്തിൽ പരിക്കേറ്റ ഒരാളുടെ കാൽ ഒടിഞ്ഞു. അവധിക്കാലം ആഘോഷമാക്കാൻ എത്തിയ സാധാരണക്കാർ അല്ലെങ്കിൽ ഇവിടേക്ക് എത്തിയ അന്യസംസ്ഥാനത്ത് നിന്നുള്ള അടക്കം ആൾക്കാർ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഈ റൈഡായിരുന്നു വെമ്പായത്ത് ഹാപ്പി ലാൻഡിൽ തകർന്നു വീണത്. അതായത് ഈ ഒരു റൈഡ് അതിൻ്റെ വേഗതയുടെ പരമാവധിയിൽ എത്തുന്ന സമയത്താണ് ഇത് തകർന്ന് താഴേക്ക് വീഴുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഒട്ടും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാതെ പാലിക്കാതെ നടത്തിപ്പോകുന്ന ഒരു റൈഡ് അല്ലെങ്കിൽ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ അടിഭാഗം ബേസ്മെൻ്റാണ് ഇളകി താഴേക്ക് വന്നിരിക്കുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കുന്ന മെയിൻ്റനൻസ് വർക്കുകൾ കൃത്യമായി ചെയ്യാത്തതിൻ്റെ പേരിൽ ആണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്. നിരവധി പേർക്ക് 15 പേരുണ്ടായിരുന്നു. അതിൽ എല്ലാവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. 5 പേരെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു സ്ത്രീയുടെ കാലിന് പൊട്ടൽ, പല ഭാഗങ്ങളിലായി പൊട്ടലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം 2 കുട്ടികൾ. ഈ 5 പേരും ഒരേ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരാണെന്നാണ് നിലവിൽ പ്രാഥമികമായി വരുന്ന വിവരം. എന്തുതന്നെയായാലും ഈ ഒരു അപകടം വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. കാരണം ഇവിടെ നിന്നും പരിക്ക് പറ്റിയവരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ വേണ്ട സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന വാഹനത്തിലാണ് ഇവിടെ നിന്നും ആൾക്കാരെ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടി വന്നത് എന്നടക്കമുള്ള വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. ഇതിന്റെ ചുമതലപ്പെട്ട ഒരാൾ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവസാനം ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ല. ഈ വേസ്റ്റ് വണ്ടിയിലാണ് ആളുകളെ ആശുപത്രി കൊണ്ട് ചാള അടുക്കുന്ന പോലെ കാലിന് പൊട്ടൽ ഉണ്ടായ ഒരാളിന്റെ മുകളിൽ വേറൊരാളെ എടുത്ത് കിടത്തുന്ന രീതിയിൽ ഒരു വേസ്റ്റ് വണ്ടിയിൽ കൊണ്ടുപോയി ആളുകൾ തടഞ്ഞ് ആ നിലയിലേക്ക് ഒരു രംഗം അവിടെ ഉണ്ടായി. അവസാനം ഇവിടെ വന്ന് ഞങ്ങളൊക്കെ വന്ന് ഇപ്പോൾ ഞങ്ങൾ പോലീസും ഞങ്ങളും കൂടെ പോയി പ്രതിഷേധിച്ച് ഇതിനെ നിർത്തലാക്കിയാണ് ഈ ആളുകളെ ഇറക്കിയത്. അതിൽ പോലും വന്ന് എന്തുണ്ടായി? ഒരു സംഭവം സംഭവിച്ചാൽ അവിടെ വരാനും അതിനെ പരിശോധിക്കാനും അവരെ ആശുപത്രിയിലെത്തിക്കാനും അവർക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കാനും ഒക്കെ ഉള്ള ഒരു മാനുഷികമായ പരിഗണന കാണിക്കേണ്ടത്. ആ മാനുഷിക പരിഗണനയല്ലേ വേണ്ട. ആ നിലയിൽ ഉണ്ടായിട്ടില്ല.
അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അനാസ്ഥ. ഇതിനു മുൻപ് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു അപകടത്തിൽ ഒരു കുട്ടി മരിച്ചിരുന്നു. പക്ഷേ അത് അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് എന്ന് പറയാൻ കഴിയില്ല പോലും ആ സമയത്തടക്കം ഇതിന്റെ ഒരു ഉടമ ആരാണെന്ന് വ്യക്തമാക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അതിലേക്ക് ആരാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതായത് ആ സമയത്ത് മന്ത്രിയും MLA യുമായിരുന്ന GR അനിൽ നമ്മളോട് പ്രതികരിച്ച അത്തരത്തിലാണ്. ഇതിന്റെ ഉടമ ആരാണെന്ന് അറിയില്ല, മാത്രമല്ല മാനേജർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഒരു അപകടം നടന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം വരെ ഈ ഒരു പല റൈഡുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താൽക്കാലികമായി പോലും ഈ റൈഡുകൾ അവസാനിപ്പിക്കാനോ ഇവിടെ നിന്ന് ആൾക്കാരെ മാറ്റുവാനോ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തുനിഞ്ഞില്ല എന്നും മുൻ മന്ത്രിയായിട്ടുള്ള GR അനിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ആൾ ഒരു മാനേജറെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അതിനപ്പുറത്ത് ആരാണെന്ന് 5 വർഷം എനിക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ ഓഫീസിനും അറിയാൻ കഴിഞ്ഞില്ല. മുമ്പ് ഒരു സംഭവം ഉണ്ടായപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ ഉള്ള അവസ്ഥ അതാണ്. അത് ആംബുലൻസ് മാത്രമല്ല, ഇവിടെ ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ ഒന്നുമേ ഇല്ലായിരുന്നു, ആരുമേ ഇല്ലായിരുന്നു എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. നാട്ടുകാർ പറഞ്ഞത് ഇവിടുന്ന് അപകടത്തിൽ പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാഹനവും ലഭ്യമായില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സൗകര്യങ്ങളെല്ലാം ഉറപ്പാക്കിക്കൊണ്ട്, ആംബുലൻസ് സേവന സൗകര്യങ്ങളടക്കം ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ പ്രാഥമിക ചികിത്സ, പ്രാഥമിക സുരക്ഷാ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ കഴിയുന്ന, അതിന് വേണ്ടുന്ന ഹെൽത്ത് മെഷേഴ്സ് അടക്കം ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇനി പ്രവർത്തിപ്പിക്കാവൂ എന്ന് ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഒട്ടും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചിരുന്ന ഒരു റൈഡാണെന്ന് തീർത്തും പറയാം. കാരണം 3 വശങ്ങളിലും കരിങ്കൽ ചീളുകൾ അല്ലെങ്കിൽ കരിങ്കല്ലുകളാണ് പ്രധാനമായി ഉണ്ടായിരുന്നത്. മാത്രമല്ല സീറ്റ് ബെൽറ്റുകളോ മറ്റ് സുരക്ഷാ ഉപകരണങ്ങളോ ഒന്നും തന്നെ പാലിക്കാതെ തൊട്ടടുത്ത് തന്നെ പല കെട്ടിടങ്ങളും പല മറ്റ് റൈഡുകളും വാട്ടർ പൂളുകളും പ്രവർത്തിച്ചിരുന്ന ഇവിടെ ഈ ഒരു അപകടം ഇത്തരം ആൾക്കാരിലേക്ക് ചുരുങ്ങിയതും പരിക്കുകൾ ഗുരുതരമല്ല എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലേക്ക് ചുരുങ്ങാനും കാരണം ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്ന് വേണം നമുക്കിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥാപനത്തിന് ലൈസൻസ് റദ്ദാക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകിയെന്ന മന്ത്രി PC വിശ്വനാഥ്. പരിക്കേറ്റവർക്ക് ചികിത്സ ലഭ്യമാക്കും, മറ്റ് പാർക്കുകളും പരിശോധന നടത്തുമെന്നും PC വിശ്വനാഥ് പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരാം. ബന്ദർ അബ്ബാസ് വിമാനത്താവളത്തിന് സമീപം അമേരിക്ക നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകിയതായി ഇറാൻ. കുവൈറ്റിലെ US വ്യോമത്താവളത്തിന് നേരെ ആക്രമണം നടത്തിയതായാണ് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെടുന്നത്. പ്രാദേശിക സമയം പുലർച്ചെ 4:50 ഇറാൻ ഈ പ്രത്യാക്രമണം നടത്തിയത്. തങ്ങൾ ലക്ഷ്യമിട്ട US വ്യോമത്താവളം ഏതാണെന്ന് ഇറാൻ മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ ഇനിയും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് IRGCയുടെ മുന്നറിയിപ്പും മറ്റും ഉള്ളത്. അതായത് ഈ തിരിച്ചടി ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ 2 ദിവസമായി ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടെ ഇതിന് തിരിച്ചടിയെയാണ് ഇറാന്റെ ഈ ആക്രമണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഇതിപ്പോൾ സംഘർഷവുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. മധ്യസ്ഥരായി പാകിസ്ഥാനും തുർക്കിയും ഒമാനും മറ്റും ഇടപെട്ട പശ്ചാത്തലമൊക്കെയുണ്ട്. സമാധാനത്തിന്റെ കരട് രേഖകളൊക്കെ തയ്യാറായി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നതിനിടയിലാണ് ഇത്തരമൊരു ആക്രമണം, പരസ്പര ആക്രമണ പ്രത്യാരോപണങ്ങൾ പുരോഗമിക്കുന്നത്. ഇതെന്ത് സമാധാനമാണ് ഈ മേഖലയിൽ ഉണ്ടാക്കുക? രഞ്ജിത്ത്, ഇപ്പോൾ അത് സംബന്ധിച്ച് IRGCയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ഇറാൻസ് റവല്യൂഷണറി ഗാർഡ് കോർ ഒരു കാര്യം വ്യക്തമാക്കുന്നത്, ഈ പ്രദേശത്ത് ഇസ്രായേൽ പൂർണ്ണമായി തകരുന്നതുവരെ ഒരു കാരണവശാലും സമാധാനം ഉണ്ടാകുമെന്ന് അവർ കരുതുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു. ട്രംപിൻ്റെ ഒരു സമാധാനത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് കൊലപാതകവും അതുപോലെ ഈ ഭീകരവാദവും ഒക്കെയാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെതിരെ ശക്തമായ ഒരു പ്രതികരണം നടത്തും എന്ന ഒരു നിലപാടാണ് IRGC വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ 2 ഹമാസ് കമാൻഡർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ലിബറേഷൻ ഓഫ് പാലസ്തീൻ ഒരു വലിയ ഘടകമായി അവിടെ നിൽക്കുന്നു. ഇസ്രായേലാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന ഒരു നിലപാട് ഈ റവല്യൂഷണറി ഗാർഡ് കോർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കനത്ത ഭാഷയിലുള്ള മറുപടി നൽകും എന്ന് തുടരെ വ്യക്തമാക്കുന്നു. ഈ അമേരിക്ക ഇനി ആക്രമണം തുടരുന്ന ഘട്ടങ്ങളിലെല്ലാം ഫേം റെസ്പോൺസ് എന്ന വാക്കാണ് പ്രയോഗിച്ചിരിക്കുന്നത്. CPAP ന്യൂസ് വെബ്സൈറ്റിൽ നൽകിയ ഒരു പ്രതികരണത്തിലാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ഈ ഗാർഡ് കോറിൻ്റെ ഇത്തരത്തിലുള്ളൊരു പ്രതികരണം വന്നിരിക്കുന്നത്. ഏതായാലും അമേരിക്കയും ഇറാനും പരസ്പരം ഈ ആക്രമണങ്ങളെ പഴിചാരുകയാണ്. അമേരിക്ക
ഒരു കാര്യം വ്യക്തമാക്കുന്നത് ഇറാൻ ഈ കരാർ വെടിനിർത്തൽ കരാറ് പല കേന്ദ്രങ്ങളിലായി ലംഘിക്കുന്നു, അതിനെ തുടർന്നാണ് തങ്ങൾക്ക് ആക്രമണം നടത്തേണ്ടി വരുന്നത് എന്ന ഒരു നിലപാടാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതേസമയം ഇറാൻ ആകട്ടെ ഇത് തങ്ങൾക്ക് മേൽ നടക്കുന്ന ഏകപക്ഷീയമായ ഒരു ആക്രമണമായി കാണുന്നു. ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം ഫ്രെയിംവർക്ക് എന്ന ഒരു സമാധാന കരാറിൻ്റെ കരട് രേഖ തന്നെ ഇപ്പോൾ അമേരിക്ക തള്ളുകയും ചെയ്യുന്നു. അങ്ങനെ പശ്ചിമേഷ്യയിൽ അശാന്തി പടരുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇപ്പോഴും നമുക്ക് നൽകാൻ കഴിയുന്നത്. ഏതായാലും ബന്ദർ അബ്ബാസിൽ നടന്ന ആക്രമണത്തെ സംബന്ധിച്ച് അമേരിക്ക ഒരു കാര്യം കൂടുതൽ ആക്രമണങ്ങൾ ഇറാന് നേരെ ഉണ്ടാകും എന്നവർ വ്യക്തമാക്കുന്നു. അതേസമയം ഇത് അമേരിക്കൻ എയർബേസുകൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണമാണ് പ്രതിയിടുന്നത് എന്നതിനെ സംബന്ധിച്ച് റവല്യൂഷണറി ഗാർഡ്സിൻ്റെ കോർ ഗാർഡ്സിൻ്റെ പ്രതിനിധികളും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും അമേരിക്കയ്ക്ക് ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഇനിയിപ്പോൾ ഗൾഫ് മേഖലയെ ഇറാൻ ലക്ഷ്യം വെക്കുമോ എന്ന കാര്യം കൂടി കാത്തിരുന്ന് കാണണം. കാരണം അമേരിക്കയ്ക്ക് ഒരിക്കലും ഗൾഫിൻ്റെ പുറകിൽ മറഞ്ഞിരുന്ന് തങ്ങളെ ഒരുപാട് നാൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള പ്രതികരണമൊക്കെ ഖമനയുടെ ഭാഗത്തു നിന്ന്, മൊസ്തഫ ഖമനയുടെ ഭാഗത്തുണ്ടായതും ഇതിനോട് ചേർത്ത് വെക്കണം. മറ്റു വാർത്തയിലേക്ക് പോകണം. ഒമാൻ നയത്തിൽ വലിയ അതൃപ്തിയുമായി US-ഉം ഗൾഫ് രാജ്യങ്ങളും രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട്. ഇന്ന് രാവിലെയാണ് ഡൊണാൾഡ് ട്രംപ് വിവാദമായ ഒരു പരാമർശം ഒമാനെതിരെ നടത്തിയത്. മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ തകർക്കും എന്നാണ് ഒമാന് മുന്നറിയിപ്പ് നൽകിയത്. അത് എല്ലാവരും അമ്പരന്നു. ഉദ്ദേശിച്ചത് ഒമാനെയാണോ അതോ ഇറാനെയാണോ എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടായി ലോകവ്യാപകമായി. പക്ഷേ പിന്നീട് അമേരിക്ക ഔദ്യോഗികമായി ഇക്കാര്യം പറഞ്ഞപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ വന്നപ്പോഴാണ് കൃത്യമായി ട്രംപ് ഉദ്ദേശിച്ചത് ഒമാനെ തന്നെയാണ് എന്ന പ്രധാനമായ വിവരങ്ങൾ കൂടി പുറത്തു വന്നത്. അതിനുള്ള പ്രകോപനമെന്ന് പറയുന്നത് ഇറാനും ഒമാനും തമ്മിൽ ചർച്ചകൾ നടക്കുന്നു, ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില കാര്യങ്ങൾ. ഈ ഇറാൻ മുന്നോട്ട് വെച്ച കരാറുകളിലെ പ്രധാനപ്പെട്ട പോയിന്റുകളിലൊന്ന് തങ്ങൾ സംയുക്തമായി ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കും എന്നുള്ളതായിരുന്നു. ഒപ്പം കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കാൻ നീക്കം നടക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വന്നതാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചത്. സമാനമായി തന്നെ UAE-യും ഈ നീക്കത്തെ അതിശക്തമായി എതിർക്കുകയാണ്. നമുക്കറിയാം, ഒമാനെ എതിർത്ത് UAE എന്ന് പറയുമ്പോൾ ലോകക്രമത്തിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വലിയ മാറ്റങ്ങൾ സംഭവിപ്പിച്ചേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. വർഷങ്ങളായി ഒരു മധ്യസ്ഥ നിലയിൽ ഗൾഫ് മേഖല നിലകൊള്ളുന്ന ഒമാനെതിരെ ഇത്തരത്തിൽ US-ഉം UAE-യും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമൊക്കെ രംഗത്ത് വരുന്നത് മറ്റു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇടയാക്കുകയും മറ്റും ചെയ്യും. മേഖലകളിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ മുൻകൈ എടുത്തിരുന്ന രാജ്യം കൂടിയാണ് ഒമാൻ. അവരോടാണ് അവർ മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ തകർക്കും എന്ന ട്രംപിൻ്റെ മുന്നറിയിപ്പും മറ്റും വന്നത്. ഇത് വെറും ഒരു പ്രസ്താവനയല്ല, നാക്കുപിഴയല്ല. പക്ഷേ ഇത് കൃത്യമായ തന്നെ നിലപാട്, ഈ പറഞ്ഞതുപോലെ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രണം ഇറാനോട് ചേർന്ന് ഏറ്റെടുക്കാനുള്ള നീക്കത്തിനെതിരെയുള്ള നിലപാടാണ് ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് രാജ്യാന്തര കപ്പൽപാതയാണെന്നും ഇവിടെ ആരും നിയന്ത്രണങ്ങൾ കൊണ്ടുവരരുത് എന്നും ഗൾഫ് രാജ്യങ്ങളുടെ ആശങ്ക കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടി വരും. ഒരു ഫീസും ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം UAE-യും നൽകിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അമേരിക്കയും UAE-യും മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഒമാനെതിരെ രംഗത്ത് വരുന്നത് ലോകക്രമത്തിൽ പുതിയ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. ഏതായാലും ട്രംപിൻ്റെ പ്രസ്താവന ഒമാനുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മറ്റു വാർത്തയിലേക്ക് പോകണം. ഒരുപക്ഷേ ഒരു കേന്ദ്രമന്ത്രിയെ കൂടി കേരളത്തിന് കിട്ടിയേക്കാം എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ വരുന്ന 10-ാം തീയതിക്ക് മുൻപ് ഒരുപക്ഷെ കേന്ദ്രമന്ത്രിസഭയുടെ അടുത്ത മാസം 10-ാം തീയതിക്ക് മുമ്പ് കേന്ദ്രമന്ത്രിസഭയുടെ പുനഃസംഘടന ഉണ്ടായേക്കാം. സുപ്രധാനമായ ഒരു അഴിച്ചുപണിയായിരിക്കും. ചില മന്ത്രിമാർ മാറിയേക്കാം. അങ്ങനെ വന്നാൽ കേരളത്തിന് ചില സാധ്യതകളുണ്ട്. പ്രത്യേകിച്ചും 3 സീറ്റുകൾ കേരളത്തിൽ, നിയമസഭാ സീറ്റുകൾ കേരളത്തിൽ ജയിച്ചൊരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രിയെ കൂടി കിട്ടിയേക്കാം എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. ഒപ്പം വി മുരളീധരനെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഇതിനിടയിൽ 4 സംസ്ഥാനങ്ങളിൽ പുതിയ അധ്യക്ഷന്മാരെ ഇതിനകം തന്നെ BJP നിയമിച്ചു കഴിഞ്ഞു. അങ്ങനെ വലിയൊരു പുനഃസംഘടന വരുമ്പോൾ കേരളത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. മനു ഭരത് വിവരങ്ങളുമായി ചേരും. മനു, കേരളത്തിന് സന്തോഷിക്കാവുന്ന ഒരു വിവരമാണ്. നമുക്കറിയാം, നിരവധി പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? രഞ്ജിത്ത്, ഈ 3-ാം മോദി സർക്കാരിൻ്റെ 2-ാം വാർഷികം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ
ഇനി വരാനിരിക്കുന്ന ദേശവ്യാപകമായുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളൊക്കെ മോദി സർക്കാരിന് മുന്നിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇനി വരാനിരിക്കുന്നത് UP തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. അതുപോലെ ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അതുപോലെ ഗോവ, മണിപ്പൂർ തുടങ്ങിയ മേഖലകളിലൊക്കെ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. അതിൽ UP, ഉത്തരാഖണ്ഡ്, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷം ആദ്യം തന്നെ തെരഞ്ഞെടുപ്പുണ്ടാകും എന്നാണ് കരുതുന്നത്. മറ്റൊന്ന് പ്രധാന സംസ്ഥാനം പഞ്ചാബാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഏത് തരത്തിലുള്ള മാറ്റം വേണം എന്ന് ഒരു വശത്ത് ചർച്ചയുണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങളിലുള്ള ആളുകളെ കൂടുതലായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭാ വികസനം അല്ലെങ്കിൽ ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല, ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചില പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രധാനമന്ത്രി ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അതുപോലെ ഉപമുഖ്യമന്ത്രിമാരുമായ ഒരു പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. അതിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ വികസന നയങ്ങൾ, അതുപോലെ ഇതുവരെ നേടിയിട്ടുള്ള നേട്ടങ്ങൾ, ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക, പ്രൊപ്പഗാൻഡ ഒരു വലിയ വിഷയമായി തന്നെ ഉയർത്തും. ആളുകൾക്ക് സർക്കാർ ഏത് തരത്തിലുള്ള ഒരു നേട്ടമാണ് നൽകിയത് എന്ന് ബോധ്യപ്പെടുത്തുക എന്നൊരു വലിയ ഉത്തരവാദിത്വം അവർക്ക് മുന്നിലേക്ക് വയ്ക്കുന്നു. ഒപ്പം ഈ വരാനിരിക്കുന്ന പഞ്ചാബ്, അതുപോലെ UP, അതുപോലെ ഗോവ, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു റീഷഫ്ലിംഗ് ആണ് ക്യാബിനറ്റിൽ പ്രതീക്ഷിക്കുന്നത്. അതിലാണ് കേരളത്തിന് എന്ത് കിട്ടും എന്നുള്ള ഒരു വലിയ ചോദ്യം ഉയരുന്നത്. ഒരുപക്ഷെ കേരളത്തെ കുറച്ചുകൂടി ഗൗരവമായി പരിഗണിക്കുന്ന ഒരു സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ നേടാനായി ചിലയിടങ്ങളിലൊക്കെ വലിയ തോതിൽ പ്രതീക്ഷ നൽകുന്നു. തിരുവല്ലയിലെ പോലുള്ള സ്ഥലങ്ങളിലെ പ്രകടനം അത് കൂടുതൽ ആളുകൾക്ക് കേന്ദ്ര അല്ലെങ്കിൽ കൂടുതൽ പ്രാതിനിധ്യം കേന്ദ്ര മന്ത്രിസഭയിൽ ലഭിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് പാർട്ടിക്ക് കുറെ കൂടി ഒരു BJP ഫേസ് എന്ന നിലയിൽ നേതൃത്വത്തെ അവതരിപ്പിക്കാൻ കഴിയും എന്നൊരു വലിയ പ്രതീക്ഷ BJPക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ വെച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ സാധ്യതകൾ ഒരു പ്രതീക്ഷയായി അവിടെ നിൽക്കുന്നത്. ഏതായാലും അത് ആർക്കാണ് നറുക്ക് വീഴുക എന്നതിനെ സംബന്ധിച്ച് ഒരു അപ്രതീക്ഷിത നീക്കം ഉണ്ടാകും എന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ള സൂചനകൾ വരുന്നത്. സാധാരണ ഇവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പേരുകൾ ആയിരിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും അത് സംബന്ധിച്ചൊരു അന്തിമ ധാരണ വരേണ്ടതുണ്ട്. V. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിയമസഭാ കക്ഷി നേതാവ് എന്നുള്ള സ്ഥാനം പ്രതീക്ഷിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. അത് ഇപ്പോൾ നൽകാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകി അദ്ദേഹത്തെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കുക എന്ന നടപടിയിലേക്ക് നീങ്ങും എന്നാണ് കരുതേണ്ടത്. നേരത്തെ V. മുരളീധരൻ ഇതുപോലെ ദേശീയ തലത്തിൽ വിദ്യാർത്ഥി പരിഷത്തിൻ്റെയൊക്കെ ചുമതലകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയും ആ നിലയിൽ ഒരു വലിയ നേട്ടം കൈവരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു സംഘടനാ ചട്ടക്കൂടും ഒരു ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന നിലയിലൊക്കെയുള്ള അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയും എന്നൊക്കെയുള്ള ഒരു ധാരണ ഈ സംഘടനയ്ക്കകത്ത് നേരത്തെ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായും സൗത്ത് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇത്തരത്തിൽ ദേശീയ തലത്തിൽ ഉയർത്താൻ അല്ലെങ്കിൽ ആ ഒരു മുഖമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു നേതാവ് എന്ന നിലയിലൊക്കെ അദ്ദേഹത്തെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാൻ, ദേശീയ തലത്തിൽ പ്രൊജക്റ്റ് ചെയ്യാൻ ഒക്കെ ഉള്ളൊരു ശ്രമം നടക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ കുറേ കൂടി സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഇനി വരാനിരിക്കുന്ന 2029 തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താനുമൊക്കെ ഉള്ള തയ്യാറെടുപ്പ് രീതിയാണ് ഇപ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്നത്. വിവരങ്ങൾ പങ്കുവച്ചു. കേരളത്തിൽ പക്ഷേ ഒരു കേന്ദ്രമന്ത്രിയെ കൂടി കിട്ടിയേക്കാം. മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരം. മറ്റു വാർത്തയിലേക്ക്, നമ്മൾ EDയെ കുറിച്ചുള്ള ചർച്ചയാണ് കേരളമെമ്പാടും ഇപ്പോൾ നടക്കുന്നത്. EDയുടെ കാര്യക്ഷമതയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പല കണക്കുകളും പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, മാർച്ച് 31 വരെ ED രജിസ്റ്റർ ചെയ്തത് 8851 PMLA കേസുകളാണ്. 2.35 ലക്ഷം കോടി രൂപ ഇതുവരെ അവർ കണ്ടുകെട്ടി. 2396 കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചു. അതിൽ 1187 പേരെ അറസ്റ്റ് ചെയ്തു. ഫെമ കേസുകളുടെ എണ്ണം 44,369 ഇപ്പോൾ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. 60% ജീവനക്കാരെ നിയമിക്കാനാണ് ഇപ്പോൾ തീരുമാനം. നിയമവിഭാഗം ഉൾപ്പെടെ മറ്റു വകുപ്പുകളിലും പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ എണ്ണത്തിലും വർധനവുണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട്. ED ഡയറക്ടറായ സഞ്ജയ് മിശ്ര ജീവനക്കാരുടെ എണ്ണം 3 ഇരട്ടി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് കേന്ദ്രത്തിന് നൽകിയിരുന്നു. അന്ന് ധനകാര്യ മന്ത്രാലയം 2022 അംഗീകരിച്ചിരുന്നില്ല. പുതിയ ED ഡയറക്ടർ രാഹുൽ നവീനാണ് ഉദ്യോഗസ്ഥരുടെ എണ്ണം 60% വർദ്ധിപ്പിക്കണമെന്ന് കാണിച്ച് കത്ത് നൽകിയത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രാലയം ഇപ്പോൾ ഉത്തരവ് ഇട്ടിരിക്കുന്നത്.
2 പതിറ്റാണ്ടിനിടെ ആദ്യമായി ഇന്ത്യൻ മാമ്പഴങ്ങളുടെ ഇറക്കുമതി നിർത്തിവെച്ച് ജപ്പാൻ. കയറ്റുമതിക്ക് മുൻപായി മാമ്പഴങ്ങൾ അണുവിമുക്തമാക്കുന്നതിൽ വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്ത്യയിൽ നിന്നുള്ള മാമ്പഴങ്ങൾക്ക് ജപ്പാൻ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വർഷവും ജപ്പാനിലേക്ക് വ്യാപകമായി മാമ്പഴം കയറ്റുമതി ചെയ്തിരുന്ന രാജ്യമാണ് ഇന്ത്യ. അൽഫോൺസോ, കേസർ, ലാംഗ്ര, ബങ്കനപ്പള്ളി തുടങ്ങിയ പ്രീമിയം ഇന്ത്യൻ ഇനങ്ങളെ ഈ നിരോധനം ബാധിക്കും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടതിനാൽ അൽഫോൺസ, കേസരി തുടങ്ങിയ പ്രീമിയം ഇനങ്ങൾ ഇനി മുതൽ ജപ്പാനിലേക്ക് അയക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടെ ആദ്യമായാണ് ഈ ഒരു പ്രശ്നം ഇന്ത്യൻ മാമ്പഴങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. അത് വലിയ നഷ്ടമാണ് മാമ്പഴ കർഷകർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. 2006 ഒരു വിലക്ക് പിൻവലിച്ചതിന് ശേഷമാണ് വീണ്ടും കാര്യമായി തന്നെ മാമ്പഴ കയറ്റുമതി പുനരാരംഭിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ലാഭകരമായ ഒരു വിപണി കൂടിയായിരുന്നു ജപ്പാൻ. ഏതാണ്ട് 28 ദശലക്ഷം മെട്രിക് ടൺ മാമ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ. എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം 200 കോടി ക്ലബിലെത്തുന്ന ചിത്രമായി ദൃശ്യം 3 മാറുകയാണ്. 3ാമത്തെ സിനിമയാണ് മോഹൻലാലിൻ്റെ 200 കോടി ക്ലബിലെത്തുന്ന ദൃശ്യം. ബോക്സ് ഓഫീസിൽ ഇതൊരു പുതിയ ചരിത്രം കൂടിയാണ്. മോഹൻലാൽ, ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലെത്തിയ ദൃശ്യം ഇപ്പോൾ ആഗോളതലത്തിൽ 200 കോടി കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. 7 ദിവസം കൊണ്ടാണ് ഈ നേട്ടം എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അതുമാത്രമല്ല, ദൃശ്യം 3 ഏതാണ്ട് 3 അധ്യായങ്ങളായി അഭേദ്യമായ ഒരു ബന്ധം ജോർജ് കുട്ടിക്കും കുടുംബത്തിനും ഒപ്പമുണ്ടായിരുന്നതിൽ നന്ദി എന്നും മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിട്ടുണ്ട്. മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനത്തിലാണ് നമുക്കറിയാം ദൃശ്യം 3 റിലീസ് ചെയ്ത് മികച്ച പ്രതികരണം എപ്പോഴും നേടി തിയേറ്ററുകളെ നിറച്ചുകൊണ്ട് ചിത്രം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ലോകമെമ്പാടും ഏതാണ്ട് 3000-ഓളം സ്ക്രീനുകളിൽ ഇപ്പോഴും ഫുൾ സ്ക്രീനിൽ ദൃശ്യം പ്രദർശിപ്പിച്ചു വരികയാണ്. ഡൊണാൾഡ് ട്രംപ് പോത്ത് കേട്ടിട്ടുണ്ടോ? ഇതിപ്പോൾ ബംഗ്ലാദേശിൽ വളരെ വൈറലായ ഒരു പോത്തായി മാറിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ട്രംപിൻ്റെ ചില മുടിയുമായി ബന്ധപ്പെട്ടുള്ള സാമ്യം, ഹെയർ കട്ട് ഒക്കെയാണ് ഈ പോത്തിനെ ഡൊണാൾഡ് ട്രംപ് പോത്ത് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. ഈ പോത്തിനെ ഈ വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് അറക്കാനുള്ള തീരുമാനത്തിലായിരുന്നു ഇതിൻ്റെ ഉടമസ്ഥൻ. പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ ഇടപെട്ട് ഈ വൈറൽ പോത്തിനെ ബലി നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കി ദേശീയ മൃഗശാലയിലേക്ക് മാറ്റി. ഈ പോത്തിൻ്റെ വെളുത്ത നിറത്തിലുള്ള നെറ്റിയും മുടിയുടെ പ്രത്യേക രീതിയിലുള്ള ചീകലുമൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പേര് വീഴാൻ കാരണമായത്. അതോടെ ഈ പോത്ത് വലിയ വൈറലായി. ഇതിൻ്റെ വീഡിയോകൾക്ക് ദശലക്ഷക്കണക്കിന് കാഴ്ചക്കാരുമുണ്ടായി. ഏകദേശം 700 കിലോയോളം തൂക്കമുള്ള ഈ പോത്തും അതിൻ്റെ വീഡിയോകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇത് മാത്രമല്ല, സുരക്ഷാ കാരണങ്ങളും പൊതുജനങ്ങളുടെ താല്പര്യമൊക്കെ മുൻനിർത്തിയാണ് ഈ മൃഗത്തെ സർക്കാർ തന്നെ പണം കൊടുത്ത് വാങ്ങിയത്. ഈ ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്നാണ്, ഈ ആൽബിനോ എന്ന ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്നാണ് പോത്തിനെ സംരക്ഷിക്കാൻ അധികൃതർ തീരുമാനിച്ചത്. ഈ മൃഗം നേരത്തെ എന്നാൽ പൊതുജനങ്ങളുടെ താല്പര്യം പരിഗണിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ അവസാന നിമിഷം ഇടപെടുകയും മൃഗശാലയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ മൃഗശാലയിൽ പൊതുജനങ്ങൾക്കായി ഈ പോത്തിനെ പ്രദർശിപ്പിക്കാനാണ് തീരുമാനം ആയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ട്രംപിനെ അറുത്തു എന്നൊക്കെ പറഞ്ഞ് ഇന്റർനാഷണൽ ലെവലിൽ വാർത്ത വന്നാൽ അത് ബംഗ്ലാദേശ് സർക്കാരിന് തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾക്ക് തന്നെ ഒരു കാരണമാകുമെന്നുള്ള വിലയിരുത്തൽ കൂടി ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് അനുമതി നൽകി ഇന്ത്യൻ റെയിൽവേ. ഹരിയാനയിലെ ജിന്ദ് സോനിപത്ത് സെക്ഷനിൽ 10 ബോഗികളുള്ള ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ട്രെയിൻ സർവീസ് നടത്തും. 1200 കിലോവാട്ട് ഹൈഡ്രജൻ ഫ്യുവൽ സെൽ പ്രൊപ്പൽഷൻ സംവിധാനം ഉപയോഗിക്കുന്ന ട്രെയിൻ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗതയിലാകും ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, US തുടങ്ങിയ രാജ്യങ്ങളോടൊപ്പം റെയിൽ ഗതാഗതത്തിനായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മളും ഇടം പിടിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഹൈഡ്രജൻ ട്രെയിനുമായി ബന്ധപ്പെട്ട ഗവേഷണം ദീർഘകാലമായി നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ രീതി അനുസരിച്ച് സർക്കാരിൻ്റെ ഇടപെടലോടുകൂടി ഇന്ത്യൻ റെയിൽവേ ഏകദേശം 100% വൈദ്യുതീകരണം പൂർത്തിയാക്കിയതിന് പിന്നാലെ ഹൈഡ്രജൻ ട്രെയിനുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുകയാണ്. തായ്വാൻ എന്ന് കേട്ടാൽ ഒരു വളരെ ചെറിയ ഒരു രാജ്യമാണ്. ഏതാണ്ട് ഒരു മെട്രോ നഗരത്തിൻ്റെ മാത്രം ജനസംഖ്യ. എന്നിട്ടും ഇന്ത്യയെ മറികടന്ന് തായ്വാൻ അവരുടെ വലിയ മൂലധനത്തിൻ്റെ കാര്യത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. 5ാം സ്ഥാനത്തേക്ക് തായ്വാൻ എത്തിയിരിക്കുന്നു. തായ്വാൻ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളുടെ മൊത്തം വിപണി മൂല്യം ഏകദേശം $4.95 ട്രില്യൺ ഉയർന്നിരിക്കുന്നു. ഇന്ത്യയുടേത് $4.92 ട്രില്യൺ ആണെന്നുള്ളത് ഓർക്കണം.
AI മേഖലയിൽ അതിവേഗം മുന്നോട്ട് പോയില്ലെങ്കിൽ നിലവിൽ 6ാം സ്ഥാനത്ത് നിന്നും ഇന്ത്യ താഴേക്ക് പോകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. AI മേഖലയിൽ വളരെയേറെ മുന്നിലാണ് ദക്ഷിണ കൊറിയ പോലെ ഇന്ത്യക്ക് അടുത്തുള്ള രാജ്യങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ IT മേഖലയൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം 77.95 ട്രില്യൺ ഡോളറുമായി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയാണ് റാങ്കിങ്ങിൽ ഒന്നാമത്. 2ാം സ്ഥാനത്ത് ചൈനയാണ്. 3ാമത് ജപ്പാനുമാണ്. ഈ സെമി കണ്ടക്ടർ മേഖലയിലെ വലിയ ആധിപത്യമാണ് തായ്വാന് ഇപ്പോൾ വലിയ മുന്നേറ്റം എത്തിക്കാൻ കാരണമായത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തായ്വാനിലെ പ്രധാനപ്പെട്ട സെമി കണ്ടക്ടർ കമ്പനികൾക്കൊക്കെ ആഗോളതലത്തിൽ വലിയ ഡിമാൻഡ് സംഭവിച്ചിരിക്കുന്നു. തായ്വാനുമായി ബന്ധപ്പെട്ട ചിപ്പുകളൊക്കെ വലിയ തോതിൽ പുറം രാജ്യങ്ങളിൽ വിറ്റുപോകുന്നു. ഇതൊക്കെയാണ് തായ്വാനിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഗോവധം നിരോധിക്കാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. നിരോധനം ഉടൻ നടപ്പാക്കണമെന്നാണ് നിർദ്ദേശം. ബക്രീദിനോ മറ്റേതെങ്കിലും ദിവസമോ ഒരിടത്തും പശുക്കളെയോ കന്നുകുട്ടികളെയോ കശാപ്പ് ചെയ്യില്ലെന്ന് ഉറപ്പുവരുത്തണം എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അവധിക്കാല ബെഞ്ചാണ് ഇക്കാര്യം ചീഫ് സെക്രട്ടറിയോടും DGPയോടും ആവശ്യപ്പെട്ടത്. സർക്കാർ നടപടിയെക്കുറിച്ച് അറിയാൻ കേസ് വീണ്ടും വെള്ളിയാഴ്ച വാദത്തിലെടുക്കാൻ രജിസ്ട്രിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിന്ദു മക്കൾ കക്ഷി യുവജന വിഭാഗം സെക്രട്ടറി K. സൂര്യ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് ഈ തീരുമാനം. ബക്രീദിന് അധികൃതർ അംഗീകരിച്ച സ്ഥലത്തല്ലാതെ പൊതു ഇടങ്ങളിൽ കശാപ്പ് ചെയ്യാൻ അനുവദിക്കരുതെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ശ്രീകൃഷ്ണന്റെ കാലം മുതൽ പശുവിനെ ആരാധിക്കുന്നു. പല മുസ്ലിം രാജാക്കന്മാരും ഗോവധം നിരോധിച്ചിട്ടുണ്ട്. ഗോസംരക്ഷണം ഗാന്ധിജി ഊന്നിപ്പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നിരവധി സംസ്ഥാനങ്ങൾ ഗോവധം നിരോധിച്ചിട്ടുണ്ട്. അത് കോടതികളും ശരിവെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വാദങ്ങളാണ് ഈ ഹർജിക്കാരൻ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. ഒപ്പം അത് കോടതി അംഗീകരിക്കുകയുമായിരുന്നു. ബൈജു സ്ഥാപകനും മലയാളിയുമായ ബൈജു രവീന്ദ്രന് ജയിൽ ശിക്ഷ വിധിച്ച് സിംഗപ്പൂർ കോടതി. 6 മാസത്തെ തടവിനാണ് കോടതിയലക്ഷ്യ കേസിൽ ശിക്ഷ. ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഉടൻ കീഴടങ്ങാൻ നിർദ്ദേശിച്ച കോടതി 68 ലക്ഷം രൂപ കെട്ടിവെക്കാനും ആവശ്യപ്പെട്ടു. ബ്ലൂംബർഗാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. സ്വന്തം ആസ്തികൾ സംബന്ധിച്ച് 2024 ഏപ്രിൽ മുതൽ കോടതി പുറപ്പെടുവിച്ച ഒട്ടേറെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ബൈജു തയ്യാറായിട്ടില്ല എന്ന് കാട്ടിയാണ് ശിക്ഷ. അതേസമയം ബൈജു സിംഗപ്പൂരിലുണ്ടോ എന്ന് വ്യക്തമല്ല. BR ഇൻവെസ്കോ എന്ന കമ്പനിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസിന്മേലാണ് ബൈജുവിനെതിരെ ഇപ്പോൾ നടപടിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉടമസ്ഥാവകാശം വ്യക്തമാക്കുന്ന രേഖകൾ ഹാജരാകാനും കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഏതാണ്ട് 11,500 കോടി രൂപ വായ്പാ തിരിച്ചടവ് മുടക്കിയതുമായി ബന്ധപ്പെട്ട് നിരവധി രാജ്യങ്ങളിലെ കോടതികളിൽ ബൈജുവിനെതിരെ കേസുകളുണ്ട്. നമുക്കറിയാം ഈ 11,500 കോടിയിൽ നിന്ന് ഇപ്പോൾ സീറോയിലേക്ക് ബൈജുവിൻ്റെ സാമ്രാജ്യം തകർന്ന പശ്ചാത്തലം ലോകത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. നമുക്ക് IPL-ലൊക്കെ സ്പോൺസർഷിപ്പ് നേടിയെടുത്ത ഒരു കമ്പനി കൂടിയായിരുന്നു ബൈജൂസ്. അതിനുശേഷമാണ് ഈ വലിയ തകർച്ച സംഭവിച്ചത്. ഉത്തരാഖണ്ഡ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾക്ക് ശേഷം ഏക സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുന്ന 3ാമത്തെ സംസ്ഥാനമായി കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് അസം മാറിയത്. ഏറെ പ്രത്യേകതയുള്ള ഒരു ഏക സിവിൽ കോഡ് ബില്ലാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് വേണ്ടി പാർലമെന്ററി കാര്യമന്ത്രി അവതരിപ്പിച്ചത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബഹുഭാര്യാത്വം, ഒന്നിലധികം പങ്കാളികളെ വിവാഹം കഴിക്കുന്ന രീതി അസമിൽ നടക്കില്ല. വിവാഹം കഴിക്കാതെയുള്ള ഒരുമിച്ചുള്ള ലിവിംഗ് റിലേഷൻഷിപ്പിന് നിയമപരമായി രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇതുവഴി പങ്കാളികൾക്കും ഈ ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടികൾക്കും നിയമപരമായ സംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തുകയാണ്. എല്ലാ മതവിഭാഗങ്ങൾക്കുമായി വിവാഹപ്രായം ഏകീകരിക്കുകയാണ്. പുരുഷന്മാർക്ക് 21 വയസ്സും സ്ത്രീകൾക്ക് 18 വയസ്സുമായി കുറഞ്ഞ വിവാഹപ്രായം നിശ്ചയിച്ചിരിക്കുകയാണ്. പെൺമക്കൾക്ക് കുടുംബ സ്വത്തിൽ തുല്യമായ അവകാശം ഉറപ്പു നൽകുന്നുണ്ട് ഈ ബില്ല്. പിന്തുടർച്ചാവകാശം, ദത്തെടുക്കൽ എന്നീ എല്ലാ വിഭാഗങ്ങൾക്കും ബാധകമായ ഏകീകൃത നിയമമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു മതത്തിൻ്റെ ആചാരങ്ങളിലും ഇടപെടുന്നില്ല. ആരാധനകൾ, സംസ്കാരം, അനുഷ്ഠാനങ്ങൾ തുടങ്ങിയ മതപരമായ കാര്യങ്ങളിലോ പാരമ്പര്യങ്ങളിലോ ഈ ബിൽ ഇടപെടുന്നില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ സർക്കാർ പറയുന്നു. സ്പെയിനിലെ ഒരു ഒച്ചുതീറ്റ മത്സരം ഏറെ കൗതുകമുള്ളതായി. വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഒരുക്കുന്നതിൽ സ്പെയിൻകാർ നേരത്തെ തന്നെ എപ്പോഴും മുന്നിലാണ്. അവർ പാമ്പ്, ഒച്ച്, പഴുതാര എന്നിവയെ തിന്നുന്നതിലും മുൻപിലാണ് എന്ന വിവരങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിയാം. സ്പാനിഷ് നഗരമായ ലേഡിയിൽ നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒച്ചുതീറ്റ ഉത്സവമായ ലാപ്ലക്സ് ഡെൽ കരാഗോൾ സമാപിച്ചപ്പോൾ 14,000 കിലോ ഒച്ചുകളാണ് വിറ്റുപോയത്. മെയ് 22 മുതൽ 24 വരെ നടന്ന ഈ മത്സരത്തിൽ പ്രദേശവാസികൾക്കുൾപ്പെടെ 2 ലക്ഷത്തിലധികം പേർ സന്ദർശകരെത്തി. മറ്റു രാജ്യങ്ങളിൽ നിന്നുമൊക്കെ നിരവധി ആളുകളെത്തി ഈ ഉത്സവത്തിൽ പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. താൽക്കാലിക സ്റ്റോളുകളിലും മറ്റും ഒച്ചുകൾ വെന്തുരുകുന്ന കാഴ്ചയായിരുന്നു മേളയിലുടനീളം. ചൂടിനെ പ്രതിരോധിക്കാൻ തണുത്ത ബിയറും കയ്യിലേന്തി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്ഷണപ്രേമികൾ തെരുവുകളിൽ ഒത്തുകൂടുന്നത് വ്യത്യസ്തമായ ഒരു കാഴ്ചയായി. അങ്ങനെ നിരവധി വ്ളോഗർമാർ അവിടെ എത്തി. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ശ്രദ്ധ ഇതിന് കിട്ടി. വിവിധ തരത്തിലുള്ള ഒച്ചു വിഭവങ്ങൾ ഈ മേളയുടെ പ്രധാനപ്പെട്ട ആകർഷണമായി.
ഇന്ത്യയിലെ ട്രെയിനുകളിൽ വിൽപ്പന നടത്തുന്ന ഭക്ഷണത്തെക്കുറിച്ച് നേരത്തെ മുതൽ തന്നെ വലിയ തോതിലുള്ള ആശങ്കകളും വൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു ചിത്രം വൈറലാവുകയാണ്. മറ്റൊന്നുമല്ല, സമോസയ്ക്ക് മുകളിൽ കാല് വെച്ച് ഫോൺ ചെയ്യുന്ന ഒരു കച്ചവടക്കാരൻ്റെ ദൃശ്യം. അതും വാതിലിന് സമീപം ബാത്റൂമിനടുത്താണ് ഈ കച്ചവടക്കാരൻ ഈ പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ കാല് തൻ്റെ വൃത്തിഹീനമായ കാല് ഉയർത്തി വെച്ചിരിക്കുന്നത്. ഈ സമൂസകൾക്ക് മേലെയാണ്, മനുഷ്യർക്ക് തിന്നാനുള്ള സമൂസകൾക്ക് മേലെയാണ് ഈ കാല് എന്നുകൂടി വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ ഇപ്പോൾ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ നേരത്തെയൊക്കെ ഈ ഭക്ഷണ സാധനം മൂടി വെച്ചുകൊണ്ട് കച്ചവടക്കാർ നടക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് മൂടി വെച്ചില്ല, ഇങ്ങനെ പിടിച്ചുകൊണ്ട് വടയെ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന കച്ചവടക്കാരൻ നമുക്കറിയാം. അപ്പോൾ വടയെല്ലാം ഈ ശരിക്കുള്ള വടയിലേക്ക് വീഴുന്ന പശ്ചാത്തലമൊക്കെ അത്ര വൃത്തിഹീനമായാണ് കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നത്. ഒപ്പം ഈ പാത്രങ്ങളൊക്കെ ഇവർ ഒരു ശ്രദ്ധയുമില്ലാതെ മുകളിൽ ഡംപ് ചെയ്ത് പോയി ഇവർ അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെയും എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ കാണാം. അങ്ങനെ ഏറെ വൃത്തിഹീനമായ ഭക്ഷണ സാഹചര്യങ്ങളൊക്കെയുള്ള ട്രെയിനിലെ ഒരു ചിത്രമാണ്, ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തിറങ്ങി അത് വലിയ വൈറലായിരിക്കുന്നത്. ആരാണ് ഈ കച്ചവടക്കാരൻ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. IPL ചരിത്രമെഴുതി രാജസ്ഥാൻ റോയൽസിന്റെ കൗമാരതാരം വൈഭവ് സൂര്യവംശി. ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമെന്ന റെക്കോർഡാണ് വൈഭവ് സ്വന്തമാക്കിയത്. ഹൈദരാബാദിനെതിരായ എലിമിനേറ്റർ മത്സരത്തിലാണ് വൈഭവ് റെക്കോർഡ് സ്വന്തമാക്കിയത്. മത്സരത്തിന് മുൻപ് 53 സിക്സറുകളായിരുന്നുവെങ്കിൽ മത്സരത്തിന് ശേഷം 7 സിക്സറുകൾ നേടിയതോടെ ആകെ സിക്സറുകളുടെ എണ്ണം 60ആയി. നേരത്തെ വിൻഡീസ് താരം ക്രിസ് ഗെയിൽ റെക്കോർഡാണ് വൈഭവ് മറികടന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.